आईफोन जीतने के लिए तैयार हो जाओ। सोनिक देखो आईफोन जीतो कॉन्टेस्ट सोमवार से शुक्रवार सुबह 10 बजे से 12 बजे तक सोनिक पर। Watch full episodes on Jio Hotstar. Hey, you are under arrest. എന്താണോ അറിയാൻ മേലത്തെ ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കണേ? തന്നെ കൊണ്ട് ഒരു ഗുണവുമില്ല. കൊണ്ടുവരൂ എന്റെ കുതിരയെ. ദേഷ്യപ്പെടരുത് ദിലാവർ ഗാഞ്ചി, നിങ്ങളുടെ കുതിരയെ തിരിച്ചു കിട്ടിയില്ലേ? തിരിച്ചു കിട്ടിയില്ലെന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇവിടുത്തെ പ്രശ്നം കുതിര മോഷണം പോയെന്നുള്ളതാണ്. ഇവിടുത്തെ പോലീസിനെ കൊണ്ട് യാതൊരു ഗുണവുമില്ല. ഒരു പണിയെടുക്കില്ല. ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഈ ഇൻസ്പെക്ടറിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും കേട്ടോ. വരൂ റഫ്താർ. ഇത് കൊള്ളാലോ. താങ്ക്സ് പറയാന്ന് വിചാരിച്ചപ്പോ ഇവൻ നമ്മളായിട്ട് തേച്ചിട്ട് പോവാണല്ലോ. അവർ പോയിക്കോട്ടെ. ദിലാവർ ഖാൻ ഒരു വലിയ പണക്കാരനാണ്. അയാളുടെ അടുത്ത് ഒരു കുതിര പട്ടാളം തന്നെ ഉണ്ട്. അദ്ദേഹം ഒരു നല്ല ഹോഴ്സ് റൈഡറും കൂടിയാണ്. ഇന്ന് വരെ അദ്ദേഹം ഒരു ഹോഴ്സ് റേസിലും പരാജയപ്പെട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ എന്താ, ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. മോട്ടു പത്ലു, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഫുർഫുറി നഗര നിവാസികളെ, നാളെ ഫുർഫുറി നഗരത്തിൽ ഇന്റർനാഷണൽ ഹോഴ്സ് റേസ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ വിഷമിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുർഫുറി നഗരത്തിൽ നിന്നും ആരും തന്നെ പങ്കെടുക്കുന്നില്ല. പൊളിക്കടുത്തല്ല, ഇവിടുത്തെ ജനങ്ങളുടെ വിഷമം മാറ്റാൻ നമ്മുടെ മോട്ടു വഴി കാണിച്ചു തരും. അത്രയ്ക്കും കഴിവുള്ളവനാണ് മോട്ടു. അതെങ്ങനെ? മോട്ടുവിന് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? മോട്ടു പയൽവാനാണ്. മോട്ടു ബുദ്ധിശാലിയാണ്. മോട്ടു സകല കലാ വല്ലവനാണ്. മോട്ടു ശക്തിശാലിയാണ്. മോട്ടു ധീരനാണ്. മോട്ടു നല്ല മനസ്സുള്ളവനാണ്. മോട്ടു എല്ലാത്തിനും തയ്യാറാണ്. എന്റെ മോട്ടു, ഇവരൊക്കെ നിന്നെ വെറുതെ പിരികേറ്റി വിടാൻ വേണ്ടി പറയുന്നതാ. നമ്മുടെ വിഷമം തീർക്കാൻ മോട്ടുവിന് കഴിയും. ഫുർഫുറെ നഗരത്തിലെ അഭിമാനം മോട്ടുവിന് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. അദ്ദേഹം നമ്മുടെ ഫുർഫുറെ നഗരത്തിന് വേണ്ടി ഹോഴ്സ് റേസിൽ പങ്കുകൊണ്ട് വിജയിക്കും. എന്താ ആരെങ്കിലും എന്നെ ഒന്ന് പിടിക്കൂ. ഘസീട്ടാറാം, ഞാൻ നിന്നെ കാണുന്നുണ്ട്. നോക്കിക്കോ. നമ്മുടെ മോട്ടുവിന് റേസിൽ വിജയിക്കണമെങ്കിൽ ഒരു വേഗതയിൽ ഓടുന്ന കുതിരയെ കണ്ടുപിടിക്കണം. പക്ഷേ ചിങ്കം സാറേ, നമുക്ക് അങ്ങനെ ഒരു കുതിരയെ എവിടുന്ന് കിട്ടാനാ? കാട്ടിൽ തന്നെ. അതെ, അതിവേഗതയിൽ ഓടുന്ന ഒരു കുതിരയെ നമുക്ക് കാട്ടിൽ നിന്ന് തന്നെ കിട്ടും. അത് ശരിയാണല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി കാട്ടിനകത്ത് പോയി വേഗത്തിൽ ഓടുന്ന ഒരു കുതിരയെ അങ്ങ് പിടിച്ചുകൊണ്ട് വരാം. പത്തിലു, ഭൂമി എന്താണ് ഇങ്ങനെ കുലുങ്ങുന്നത്? ദേ നോക്ക് കുതിര. ദേ നോക്ക്. ദേ നോക്ക്. ദാ ആ കാണുന്ന കുതിര. അത് അവിടെ ഒരു കുതിര. അത് നല്ല കുതിരയാ. ഞാൻ ഇപ്പൊ വരാം. ഓ എന്റെ കുതിരേ, വരൂ എന്റെ മോനെ. മോട്ടു, ആ കുതിരയെ പിടിക്കാൻ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. എന്റെ മോട്ടു, നീ ഇതിന് എങ്ങനെ ഓടുന്നത്? നേരെ ഓട്. എന്റെ അമ്മോ. മോട്ടു സൂക്ഷിച്ച്. ഓടിക്കോ. എന്റെ അമ്മോ.
എന്റെ കുതിരെ ഒന്ന് പതുക്കെ. വേണ്ട 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 വേണ്ട. എന്റെ കൂട്ടുകാരെ ഒന്ന് മനസ്സിലാക്ക്. റേസിന്റെ ഒരു ഭാഗമാണ്. പിന്നെ തന്നെ വിട്ടേക്കാം. സത്യം, ഇതെന്റെ വാക്കാണ്. എന്നെ വിശ്വസിക്കുക കൂട്ടുകാരാ. താങ്ക് യു കൂട്ടുകാരാ. പൊളിച്ചേ. ഓടടാ നീ എന്റെ കുതിരേ. ദിലാവർ ഖാന്റെ ഈ സലാം സ്വീകരിക്കൂ. മോട്ടുജി, ഇന്ന് വരെ ഞാൻ എന്നെ തന്നെയായിരുന്നു ഒരു ഏറ്റവും വലിയ കുതിരോട്ടക്കാരെന്ന് കരുതിയത്. പക്ഷെ താങ്കളുടെ പെർഫോമൻസ് കണ്ടപ്പോ ഞാൻ താങ്കളുടെ ഒരു വലിയ ഫാനായി മാറി. എന്റെ കുതിര ഇന്ന് വരെ ഒരു റേസും തോറ്റിട്ടില്ല. പക്ഷെ താങ്കൾ താങ്കളുടെ കാട്ടുകുതിരയെ വെച്ച് അവനെ തോൽപ്പിച്ചിരിക്കുന്നു. എന്റെ കയ്യിൽ നിന്ന് ഈ സമ്മാനം സ്വീകരിച്ചാലും. പൊളിച്ചടുത്തല്ലോ. ഇത്രയും സ്വർണ്ണ നാണയങ്ങൾ എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, ഇത് നല്ല ഒന്നാം തരം സ്വർണവാ. ദിലാവർ ഖാൻ സാറേ, നിങ്ങൾ വളരെ വലിയൊരാളാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും വാങ്ങാൻ കഴിയില്ല. അല്ല, ഇതൊന്നും ഒന്നുമല്ലല്ലോ. നിങ്ങൾ എന്റെ നഗരത്തിലായിരുന്നെങ്കിൽ ഞാൻ ഇതല്ല ഇതിനേക്കാളും കൂടുതൽ തന്നേനെ. ഒരുപക്ഷെ താങ്കൾ എന്റെ നഗരത്തിലായിരുന്നെങ്കിൽ ഞാൻ എന്റെ. ദിലാവർ ഖാൻ, നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാര്യങ്ങൾ ഇങ്ങനെ എല്ലാവരോടും പറയാതിരിക്കൂ. ക്ഷമിക്കൂ ക്ഷമിക്കൂ മോട്ടുജി, താങ്കൾ ഈ സമ്മാനം സ്വീകരിച്ചേ പറ്റൂ. താങ്കളെ പോലുള്ള ഒരു ധീര മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. ഒരുപക്ഷെ താങ്കളെ പോലുള്ള ഒരു ധീരൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്റെ പിതാവ്. ദിലാവർ ഖാൻ, ഇങ്ങനെ വീട്ടുകാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കൂ. ഓ സോറി സോറി, ഞാൻ കുറച്ച്. ദിലാവർ ഖാൻ സാറേ, എന്താ കാര്യം? പറഞ്ഞോളൂന്നേ. നിങ്ങൾ കാര്യം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് എന്തിനാ അതിങ്ങനെ നിർത്തിക്കളയുന്നത്? പറയൂ സാറേ. ഇതെന്റെ പത്നി ഗുലേബ കാവാലി. ഇവര് പറയുന്നത് വീട്ടിലെ കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ലെന്നാണ്. ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ സന്തോഷം പങ്കിടാൻ വന്നതാണ്. ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ ദുഃഖത്തിന്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പാടില്ല. അത് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നതാണ് നല്ലത്. ഞങ്ങളുടെ ദുഃഖം കൊണ്ട് നിങ്ങളെ എന്തിനാണ് ദുഃഖിപ്പിക്കുന്നത്? ദിലാവർ ഖാൻ സാറേ, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങളുടെ ദുഃഖം എന്താന്നേ. ഒരുപക്ഷെ നിങ്ങളുടെ ദുഃഖം ഞങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വല്ല പരിഹാരം കിട്ടുകയാണെങ്കിൽ വേഗം തീർച്ചയായിട്ടും പറയൂ സാറേ. എത്ര വലിയ ദുഃഖങ്ങളാണെങ്കിലും ശരി, അത് അടുത്തുള്ളവനോട് പറയുമ്പോ കുറയൊന്ന് പറയാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടത് പറഞ്ഞേക്ക്. മോട്ടു പത്ലൂജി, ഞാനിപ്പോ എന്താ പറയാ? വേഗം എന്നോടൊന്ന് ക്ഷമിക്കുക. നീ പറയണ്ടെന്ന് പറഞ്ഞ കാര്യം ഞാനിപ്പോ ഇവരോട് പറയാൻ പോവുകയാണ്. എന്റെ പിതാവ് എന്നും എന്റെ സ്വപ്നത്തിൽ വരാറുണ്ട്. എന്നിട്ട് എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ അദ്ദേഹത്തിന്റെ കിരീടവും വാളും എന്നാണ് തേടി കണ്ടുപിടിച്ചു കൊടുക്കുക. ഇനിയിപ്പൊ ഞാൻ എന്താണ് ഉത്തരമായിട്ട് കൊടുക്കേണ്ടത്? കിരീടവും വാളുമോ? എവിടെ പോയി? ആരാ കൊണ്ടുപോയത്? കുറെ വർഷങ്ങൾ മുമ്പ് കൊള്ളക്കാർ മോഷ്ടിച്ചോണ്ട് പോയി. എന്നിട്ട് അതിനെ ഗോൾഡൻ മൗണ്ടന്റെ പുറകിൽ അവരുടെ നഗരത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പൊളിച്ചടുത്തല്ലോ. എന്ത്? ആ മൗണ്ടനിൽ സ്വർണ്ണം ഉണ്ടെന്നോ? ഇല്ല ഇല്ല, അത് സൂര്യന്റെ പ്രകാശം അടിക്കുമ്പോ അതൊരു സ്വർണം പോലെ തിളങ്ങാറുണ്ട്. ഞാൻ എന്റെ കുറെ ആൾക്കാരെ അങ്ങോട്ട് അയച്ചു. ആരും തന്നെ ആ നഗരത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം അവർ നിങ്ങളെ പോലെ ധീരന്മാരല്ല സുഹൃത്തുക്കളെ. ഞാൻ എന്റെ ബാബ എങ്ങനെ എന്റെ മോൻ കാണിക്കും? ഞാൻ എങ്ങനെ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കും? വലിയേട്ടാ, കരയരുത് കരയരുത്, പ്ലീസ് കരയരുത്. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കിരീടവും വാളും നിങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കുന്നതായിരിക്കും. കൂട്ടുകാര് വേണ്ടേ കൂട്ടുകാരെ സഹായിക്കുവാൻ? നമ്മൾ കൂട്ടുകാരാണ്. കൂട്ടുകാരായി തന്നെ ഇരിക്കും. കൂട്ടുകാരൻ തന്നെ വിളിച്ചോ നിങ്ങള്? താങ്കൾ എന്റെ പിതാവിന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കുമെന്നത്രേ. ബേഗം സാഹിബ, ഇനിയും ഒരു സമ്മാനം കൊടുക്കൂ. മോട്ടു പത്ലു, നമ്മുടെ ഈ സൗഹൃദത്തിന്റെ പേരിൽ ഈ ഒരു സമ്മാനം കൂടെ സ്വീകരിച്ചാലും. ഇപ്പോ നാം മടങ്ങുന്നു. ഞാൻ എന്റെ നാട്ടിൽ നിങ്ങളുടെ വരവും കാത്തിരിക്കുന്നതായിരിക്കും. നമസ്തേ, സലാം, ശുക്രിയ എന്റെ പ്രിയ സുഹൃത്തെ. ഞാൻ കാത്തിരിക്കുന്നതായിരിക്കും. മോട്ടു, ദിലാവർ ഖാന്റെ കൂടെയുള്ള കൂട്ടും അദ്ദേഹം നമ്മൾക്ക് തന്ന സമ്മാനവും ഇതൊക്കെ പെട്ടെന്ന് സംഭവിച്ചതുപോലെ ഇല്ലേ? എനിക്ക് തോന്നുന്നത് ഇതിൽ എന്തോ പ്രശ്നമുണ്ടെന്നാ. പത്ലു, അയാള് നമുക്ക് സ്വർണ്ണ നാണയങ്ങൾ തന്നിട്ടാ പോയിരിക്കുന്നത്. നമ്മളടുത്തൊന്നും വാങ്ങിച്ചിട്ടല്ലല്ലോ. ഇതില് പ്രശ്നം വരാൻ എന്തിരിക്കുന്നു? നമ്മള് കൂട്ടുകാരന് വാക്ക് കൊടുത്തിരിക്കുകയാണ്. കൂട്ടുകാരന്റെ വാക്കെന്നും വാക്കായിരിക്കണം. അത് തന്നെയാണ് ഈ മോട്ടുവിന്റെ വിജയവും. ശരി മോട്ടു, ഇനി നീ എവിടേക്ക് പോയാലും ഞാനും കൂടെ വന്നേക്കാം.
ഓ എന്റെ ചങ്കുകളെ, എന്റെ ബ്രോ, താഴെ ഒരു നഗരം കാണുന്നില്ലേ? അതാണ് നിലാവർക്കാന്റെ നഗരം. പൈലറ്റ് ചേട്ടാ, ഒന്ന് വേഗം ലാൻഡ് ചെയ്യൂ. അത് ഞങ്ങളുടെ കൂട്ടുകാരന്റെ നഗരമാണ്. ഓ, എനിക്ക് ആ സിറ്റിയിൽ പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ പറ്റില്ല. അവിടെ എയർപോർട്ട് ഇല്ല. എയർപോർട്ട് ഇവിടെ നിന്ന് ഏതാണ്ട് 200 കിലോമീറ്റർ അകലെയാണ്. അവിടെ ലാൻഡ് ചെയ്യാം. അവിടെ നിന്നും റോഡ് മാർഗം നിങ്ങൾ പൊയ്ക്കൊള്ളൂ. ഐഡിയ, ഞങ്ങൾ ഇവിടുന്ന് ബൈ റോഡ് വഴി പോയിക്കോളാം. എന്താ ഡോക്ടർ ജഡ്ക? എന്നാ പിന്നെ നമുക്ക് ഒട്ടും താമസിക്കാതെ അങ്ങ് പോവാ അല്ലേ? അതെ, നമ്മൾ ഇപ്പോഴും ആകാശത്ത് തന്നെയാണ്. ഇവിടെ റോഡൊന്നുമില്ല. നിങ്ങൾ എന്താ തമാശ കളിക്കുകയാണോ? വലിയേട്ടാ, വിട്ടോളൂ. ഓ എന്റെ ചങ്കുകളെ, എന്റെ ബ്രോ, കാറിന്റെ വിങ്സ് തുറക്കാൻ പറ്റുന്നില്ല. എന്റെ അമ്മോ, വിങ്സ് വന്നില്ലെങ്കിൽ നമ്മളിനി എന്താ ചെയ്യാ? ഓടിക്കടുത്തല്ലോ. ഡോക്ടർ എന്തായാലും ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മളെല്ലാരും ചേർന്ന് മുകളിലേക്ക് പോണ്ടി വരും. മമ്മി രക്ഷിക്കണേ. ഡോക്ടർ ജഡ്ക, നിങ്ങൾ ശരിക്കുള്ള ബട്ടൺ തന്നെയല്ലേ അമർത്തിയത്? ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? ഇതിന്റെ ബട്ടണേ റൈറ്റ് സൈഡിലായിരുന്നു. എന്തിനാ ചങ്കുകളെ ഇങ്ങനെ വിഷമിക്കുന്നത്? നമ്മൾ രക്ഷപ്പെട്ടില്ലേ? സന്തോഷിക്കുകയല്ലേ വേണ്ടത്? രക്ഷപ്പെട്ടെന്നോ? പത്തില് മാത്രം ആ ബട്ടന്റെ കാര്യം അപ്പോഴേ നിങ്ങളടുത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇപ്പൊ മേളിൽ പോകേണ്ടതായിരുന്നില്ലേ? എന്നിട്ടാണോ രക്ഷപ്പെട്ടെന്ന് പറയുന്നത്? ഗുലേബ ഖവാലി, എനിക്കൊരു കാര്യം മനസ്സിലാവണില്ല. മോട്ടു ഈ മരുഭൂമിയിൽ ഇത്രയും വേഗതയോടെ എങ്ങനെയാണ് ഓടുന്നതെന്ന്. ഇവന്മാര് നമ്മളെ തീർച്ചയായിട്ടും സിറ്റി ഓഫ് ഗോൾഡ് വരെ എത്തിക്കും. വെള്ളം. വെള്ളം. വെള്ളം 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 വെള്ളം. മോട്ടു, നീ എന്തായി ചെയ്യുന്നത്? ഇത് മണലാണ്, വെള്ളമല്ല. പത്തിലു, ഞാനിവിടെ വെള്ളം കണ്ടതാണല്ലോ. പത്തിലു, വെള്ളം തരൂ. വെള്ളം വെള്ളം. നേതാവേ, ഇവിടെ അധിക നേരം നിൽക്കുന്നത് അത്ര പന്തിയല്ല. അങ്ങോട്ട് നോക്കൂ, താഴെ പാമ്പ് പടം പൊഴിച്ചിരിക്കുക. അറിയില്ലേ? അതൊരു മണൽ പാമ്പാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? വേഗം ഇവിടുന്ന് പോവാം. ഓ മൈ ഗോഡ്. ദിലാവർ ഖാനെ സിംഹം പോലും പേടിക്കും. ഈ ഒരു മണൽ പാമ്പ് നമ്മളെ എന്ത് ചെയ്യാനാണ്? വേഗം വാ മോട്ടു, അങ്ങോട്ട് പോകാം. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? വെള്ളം തരൂ. വെള്ളം. ഐഡിയ, ചിങ്കം സാറേ, നിങ്ങൾ ഫയർ ചെയ്യേ. നമുക്കെല്ലാവർക്കും ഇളനീര് വെള്ളം കുടിക്കാം. ഫയർ ചെയ്യേ. ഓടിക്കടുത്തല്ലോ. ഇപ്പൊ നമുക്ക് ഇളനീര് കിട്ടും. ഗുലേബ ഖവാലി, ഈ നാളികേരം എവിടുന്നാണ് വരുന്നത്? പാമ്പ് വേണ്ട. ഇല്ല. വേണ്ട. ഇപ്പൊ നമ്മൾ എല്ലാവരും ഈ മാപ്പിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കണം. ഇവിടേക്കാണോ പോവേണ്ടത്, അതോ ഇവിടേക്കോ?
മോട്ടു, ഈ മാപ്പിൽ പറഞ്ഞിരിക്കുന്നത് 1 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു കുളം ഉണ്ടെന്നാ. അതിലെന്തായാലും നിറയെ വെള്ളം ഉണ്ടാവും. എനിക്ക് 1 കിലോമീറ്റർ അല്ല 1 മീറ്റർ പോലും നടക്കാൻ വയ്യ. വെള്ളം എനിക്ക് ഇവിടെ വേണം. വെള്ളം. എന്റെ മോട്ടു മുഴുവൻ പറയുന്നത് കേക്ക്. ആ കുളത്തിന്റെ തൊട്ടടുത്ത് ഒരു സമൂസയുടെ കടയും ഉണ്ട്. എന്താ സമൂസയോ? എവിടെ എവിടെ എവിടെ? ദേ ഈ ഡയറക്ഷനിലാ, 1 കിലോമീറ്റർ ദൂരം. പൊളിച്ചേ. സമൂസ 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 സമൂസ. വെള്ളം കണ്ടോ? പത്രു, അവിടെ സമൂസയുടെ കടയൊന്നുമില്ല. നീ കള്ളം പറഞ്ഞതല്ലേ? ഓ എന്റെ മോട്ടു, നീ എന്തിനാ ഇങ്ങോട്ട് തിരിച്ചു വന്നത്? അവിടെ ഇരിക്കുകയാണെങ്കിൽ നിനക്ക് വെള്ളം കുടിക്കാമായിരുന്നില്ലേ? എന്തിനാ ഇങ്ങോട്ട് തിരിഞ്ഞോടി വന്ന്? നീ അവിടെ വെള്ളം കുടിക്കുന്നതിനുള്ളിൽ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് വരുമായിരുന്നില്ലേ? ശരി, കുഴപ്പമില്ല, നീ പോയി വെള്ളം കുടിക്ക്. ഇല്ല ഇല്ല പത്രു, എനിക്കിനി ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. വെള്ളം വെള്ളം. ഇത് നോക്ക് മോട്ടു, നീ എന്നോട് ദേഷ്യപ്പെടരുത്. ഞാൻ നുണ പറഞ്ഞതല്ല. അവിടെ സമൂസ കടയുണ്ടെന്ന് ഞാൻ അറിയാതെ പറഞ്ഞതാ. പക്ഷെ സമൂസ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും എന്റെ കയ്യിലുണ്ട്, അത് ഉറപ്പാ മോട്ടു. പക്ഷേ സമൂസ ഉണ്ടാക്കണമെങ്കിൽ വെള്ളം ആവശ്യമില്ലേ? അതിനുവേണ്ടി നമ്മൾ എല്ലാവരും അങ്ങോട്ട് പോയേ മതിയാകൂ. ഇത് നോക്ക് മോട്ടു, ഈ മാവെടുത്ത് നന്നായി കുഴച്ചിട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് ചൂടോടെ ഞാൻ നിനക്ക് തരാം മോട്ടു. നീ വിഷമിക്കണ്ട. നല്ല ചൂടുള്ള സമൂസേ. എന്നാ പിന്നെ വരൂ, എന്തിനാ സമയം പാഴാക്കുന്നേ? പൊളിച്ചേ. ഇത് നോക്ക്, അവൻ പോയി തിരിച്ചു വരുന്നതിനുള്ളിൽ നമ്മളെല്ലാരും അങ്ങോട്ട് പോയേ മതിയാകൂ. കുതിര നിർത്തിക്കേ. നിങ്ങളുടെ കുതിരയോട്ടം നിങ്ങൾ രസിക്കുകയാണോ? എന്നെ ഒന്ന് രക്ഷപ്പെടുത്തേ. എനിക്ക് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണേ? ഗുലാബ ഖവാലി. ദൈവമേ, പകലും നക്ഷത്രം എണ്ണിക്കാന്നല്ലോ. ഓ ഓ സഹിക്കാൻ പറ്റണില്ല. എന്റെ നടുവൊടിഞ്ഞൊരു പരുവായി. ആ നാളികേരം എവിടുന്നാ വന്നേ? സേനാപതി, ആ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, അയാളാണ് ഫയർ ചെയ്തത്. അപ്പോഴാണ് നാളികേരം വീണത്. ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ആ അത് വിട്ടേക്കൂ. വാ, നമുക്ക് മോട്ടു പത്ലു എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. വെള്ളം വെള്ളം വെള്ളം. എന്താ ഇത്? നിങ്ങൾ ആരാണ്? ഇവിടെ എന്ത് കുന്തമാണ് ചെയ്തോണ്ടിരിക്കുന്നത്? വലിയേട്ടാ, ഞാൻ എല്ലാം പറയാം. പക്ഷെ ആദ്യം കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. വെള്ളം. പാടില്ല പാടില്ല. ഡോണ്ടു, തിരിച്ചു പൊക്കോ. ഒരു തുള്ളി വെള്ളം കിട്ടില്ല. ഇൻസ്പെക്ടർ ചെങ്കം. മര്യാദക്ക് എല്ലാവരും തിരിച്ചു പോയിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഞാൻ ജയിലിനകത്തിടും. 3 വരെ ഞാൻ എണ്ണും. തിരിച്ചു പോകൂ. 1 2 3. എന്റെ അമ്മ. പത്തലു, വെള്ളം അടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് കുടിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തേലും ചെയ് പത്തലു. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. മോട്ടു, നിനക്ക് സമൂസ കഴിക്കണ്ടേ? പക്ഷെ ഇവരാരും അതിന് വെള്ളം തരുന്നില്ല. വെള്ളം തന്നില്ലെങ്കിൽ പിന്നെ സമൂസ ഉണ്ടാക്കാൻ പറ്റില്ല. സമൂസ ഉണ്ടാക്കാൻ പറ്റില്ലെന്നോ? ലോകത്തിൽ ഒരു ശക്തിക്കും തന്നെ മോട്ട് സമൂസ കഴിക്കുന്നത് തടയുവാൻ സാധിക്കില്ല. അയ്യോ എന്റെ അയ്യോ, പിന്നെ ഇനി അങ്ങനെ ചെയ്യാലോ? അയ്യോ, ഞാൻ പറയണനും എന്തിനാ ഓടണേ? ഞാനിന്ന് നേരം വെളുത്ത ആഹാരയുടെ മോഹമാണോ കണ്ടേ? ഹലോ ഗുലാബ ഖവാലി, ഇതിനെ ഒന്ന് നിർത്ത്. പറയാതെ ഓരോ തലവേദനകൾ കയറി വന്നോളും. ഹലോ
എനിക്ക് വെള്ളം കുടിക്കണം, എനിക്ക് വെള്ളം കുടിക്കണം. ആരാ? എന്നെ വിടൂ, എനിക്ക് വെള്ളം കുടിക്കണം. എന്നെ വിടാനല്ലേ പറഞ്ഞ. Watch India's largest kids library only on Jio Hotstar. Download the app now.